അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമുക്ക് ചർച്ചയുള്ള വിഷയം മൊഡ്യൂൾ 6 ആണ്. മൊഡ്യൂൾ 6ൽ വോയിസ്, സൗണ്ട് ആൻഡ് മ്യൂസിക്കിൻ്റെ ഡോക്യുമെൻ്ററി. അപ്പോൾ നമ്മളൊരു ഡോക്യുമെൻ്ററി മേക്ക് ചെയ്യുമ്പോൾ അപ്പോൾ അതിലുണ്ടാവേണ്ട ഈ കോമ്പണൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത് വോയിസ്, സൗണ്ട്, മ്യൂസിക്. ഈ 3 കാര്യങ്ങൾ ഒരു ഡോക്യുമെൻ്ററിയിൽ അല്ലെങ്കിൽ ഒരു ഫിലിമിൽ ഉണ്ടാകുമ്പോൾ ഒരുപാട് ഓഡിയൻസിനെ ആകർഷിക്കുന്ന വോയിസ്, സൗണ്ടൊക്കെ മ്യൂസിക്കുണ്ടെങ്കിൽ വളരെ അത് വളരെ ഇമ്പ്രസീവ് ആവും. ജനങ്ങൾക്ക്, ഓഡിയൻസ് വളരെ ഇമ്പ്രസീവ് ആവും. അപ്പോൾ അതാണ് നമുക്കിന്ന് ചർച്ചയുള്ള പാഠം. ഫസ്റ്റ് നമുക്ക് മൊഡ്യൂൾ ഓവർവ്യൂ, അതാണ് നമുക്ക് ചർച്ച ചെയ്യുന്നത്. This module examines sound as a central narrative and ethical command of documentary cinema. ഒരു ഡോക്യുമെൻ്ററി സിനിമ നമ്മൾ മേക്ക് ചെയ്യുന്നത് അതിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാവേണ്ട ഒരു സാധനം സൗണ്ട് എന്നാണ്. മൂവിങ് ബിയോണ്ട് വിഷ്വൽസിന് പുറമെ ഇത് എക്സ്പ്ലോർസ് ഹൗ വോയിസ്, മ്യൂസിക്, സൈലൻസ് ആൻഡ് സൗണ്ട് ഇസ് ഡിസൈൻഡ് ഷേപ്പ് ഇമോഷൻ, അതോറിറ്റി ആൻഡ് ഓഡിയൻസ് പെർസ്പെക്ഷൻ. ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ പറയാനുള്ള വിഷയം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നരേഷൻ സ്റ്റൈൽസ് ഇൻ ഡോക്യുമെൻ്ററിയിലുള്ള നരേഷൻ സ്റ്റൈലുകൾ, രീതികളെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ അതിൽ റോൾ ഓഫ് നരേഷൻ ഇൻ ഗൈഡിങ് ഇൻ്റർപ്രിട്ടേഷൻസ്, ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻസുകളാണ് അതിൽ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പേഴ്സൺ നരേഷൻ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിവിറ്റി, പിന്നെ പേഴ്സണൽ വോയിസ്, പിന്നെ തേർഡ് പേഴ്സൺ നരേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രാലിറ്റി ആൻഡ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ വോയിസ് ഓഫ് ഗോഡ് നരേഷൻ അതോറിറ്റി, പെർsuasion ആൻഡ് ക്രിറ്റിക്കാണ് അതിൽ ഉണ്ടാകുന്നത്. പിന്നെ കോണ്ടംപററി ഷിഫ്റ്റ്സ് അവേ ഫ്രം അതോറിറ്റേറ്റീവ് വോയിസ് എന്താണ് കോണ്ടംപററി ഷിഫ്റ്റ്സ് ഹെവിയായിരിക്കും. ഇതാണ് നരേറ്റീവ് സ്റ്റൈൽസ് ഡോക്യുമെൻ്ററി. അപ്പോൾ നരേറ്റീവ് സ്റ്റൈൽസ് ഡോക്യുമെൻ്ററി എന്നാണ് ഫസ്റ്റ് പേഴ്സൺ നരേഷൻ ഉണ്ടാവും, തേർഡ് പേഴ്സൺ നരേഷൻ ഉണ്ടാവും, വോയിസ് ഓഫ് ഗോഡ് നരേഷൻ ഉണ്ടാവും. ഇത് 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. പിന്നെ അടുത്തായിട്ട് പറയാനുള്ളത് ഡൈജറ്റിക് ആൻഡ് നോൺ ഡൈജറ്റിക് സൗണ്ട്. ഡൈജറ്റിക് സൗണ്ട് എന്ന് പറഞ്ഞാൽ ആംബിയന്റ് നോയിസ്, ഡയലോഗ്, എൻവയോൺമെന്റൽ സൗണ്ട്, നമ്മുടെ പ്രകൃതിപരമായിട്ടുള്ള സൗണ്ടുകൾ, നമ്മൾ ഒരു എഫക്റ്റ് ഒന്നും കൂടാതെ നമ്മളെ നാച്ചുറലായിട്ടുള്ള സൗണ്ടാണ് ഡൈജറ്റിക് സൗണ്ട് എന്ന് പറഞ്ഞാൽ. നോൺ ഡൈജറ്റിക് സൗണ്ട് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് എഫക്റ്റ്, വോയിസ് ഓവർ. ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു പ്രസംഗം പറയുമ്പോൾ അതിന് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇട്ട് അല്ലെങ്കിൽ സൗണ്ട് എഫക്റ്റ് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി, അതാണ് നോൺ ഡൈജറ്റിക് സൗണ്ട് എന്ന് പറഞ്ഞാൽ. ഇതാണ് നമുക്ക് ഇതിൽ ഉദ്ദേശിച്ച് പറയുന്നത്. അപ്പോൾ അതിൽ പല രീതിയിലുള്ള സൗണ്ടുകൾ ഉണ്ടാവും, റിയാലിറ്റി ഉണ്ടാവും, അതൊക്കെ ഇതിൽ ഗഡിയിൽ വെക്കുന്നു. അടുത്തെന്താണ് മ്യൂസിക്. അപ്പോൾ അത് നമുക്ക് മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, എത്തിക്സ് ആൻഡ് മാനിപ്പുലേഷൻസ്, എത്തിക്സ് കാര്യങ്ങൾ, മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ചാണ് നമുക്ക് പറയുന്നത്. ഫങ്ഷൻസ് ഓഫ് മ്യൂസിക് ഇൻ ഡോക്യുമെൻ്ററി സ്റ്റോറി ടെല്ലിംഗ്. അപ്പോൾ ഒരു ഡോക്യുമെൻ്ററി സ്റ്റോറി ടെല്ലിംഗ് നമ്മൾ മ്യൂസിക്കിനുള്ള ഫങ്ഷൻസുകൾ ഒരുപാട് ഉണ്ട്. ഇമോഷണൽ ഓഡിയൻസ് ആൻഡ് മാനിപ്പുലേഷൻസ് ഉണ്ട്, കൾച്ചർ സ്പെസിഫിക് ആൻഡ് മ്യൂസിക്കൽ മീനിങ് ഉണ്ട്. ഒരുപാട് കൾച്ചർ പരമായിട്ടുള്ള അല്ലെങ്കിൽ മ്യൂസിക്കൽ മീനിങ്. ഇപ്പോൾ നമ്മളൊരു ഹിന്ദി സോങ് കേൾക്കുകയാണ്, അപ്പോൾ അതിനാണ് നമ്മൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ആവുന്ന അല്ലെങ്കിൽ ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരുന്ന കൾച്ചറുകളുണ്ടാവും, മ്യൂസിക്കുകളുണ്ടാവും. പിന്നെ യൂസ് ഓഫ് ആർക്കിവലാണ് കമ്പോസഡ് മ്യൂസിക്, ഒരുപാട് കമ്പോസഡ് മ്യൂസിക്കുകളുണ്ടാവും. ഇതൊക്കെയാണ് മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ പറയാനുള്ളത്. അടുത്തത് സൈലൻസ് ആസ് എ സ്റ്റോറി ടെല്ലിംഗ് ടൂൾ. സൈലൻസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടൂളാണ് നമ്മുടെ സ്റ്റോറി ടെല്ലിങ്ങിൽ. നമ്മുടെ വിഷ്വൽ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് സൈലൻസ് എന്നുള്ളത്. സൈലൻസ് ആൻഡ് ആബ്സൻസ് ആസ് മീനിങ് മേക്കിംഗ് ഡിവൈസസ്. അപ്പോൾ സൈലൻസുകൾ അല്ലെങ്കിൽ ആബ്സൻസുകൾ, ഒരാളുണ്ടാണ് അഭാവം, ആസ് മീനിങ് മേക്കിംഗ് ഡിവൈസസ്. പിന്നെ ഇതിന് തന്നെ ക്രിയേറ്റിംഗ് ടെൻഷൻസ്, റിഫ്ലക്ഷൻസ്, ഇമോഷണൽ സ്പേസുകൾ ഉണ്ടാവണം. അങ്ങനെ അതിന് റെസ്പെക്ടിങ് ട്രോമ ആൻഡ് സബ്ജക്റ്റീവ് ഡിഗ്നിറ്റി. പിന്നെ എക്സാമ്പിൾസ് ഓഫ് പവർഫുൾ സൈലൻസ് ഇൻ ഡോക്യുമെൻ്ററി സിനിമ. ഒരുപാട് സിനിമകളിൽ ഡോക്യുമെൻ്ററികൾ പവർഫുൾ സൈലൻസുള്ള എക്സാമ്പിളുകൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മൊഡ്യൂൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.